യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈഫിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയ്ക്കുന്നത് പോലെ അതേ സ്തോത്രം നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കുരുവിന്റെ അനുഭവങ്ങളിൽ കൂടിയും വൈഷമ്യമേടുകളിൽ കൂടി നമുക്ക് നടക്കുമ്പോഴും നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പകൽക്കാലവും ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തനിച്ചല്ല, നമ്മുടെ ജീവിതയാത്രയെ ഞാൻ നിന്നെ ഒരു നാളും ഏകനായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ്, ലോകവസാനത്തുള്ള എല്ലാ നാളും നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നിശ്ചയമായിട്ടും നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് ഈ പൽക്കാലം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരെ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. പ്രിയ ദൈവമക്കളെ സ്തോത്ര, ഈ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആ 3.5 വർഷ കാലഘട്ടത്തെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് യേശു മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞു. സ്തോത്രം. രോഗാവസ്ഥയിലായിരുന്നവരെ കണ്ട് മനസ്സലിഞ്ഞ, നഷ്ടപ്പെട്ട ഭാരത്തോടെ ആയിരുന്ന പ്രിയപ്പെട്ടവരെ കണ്ട് മനസ്സലിഞ്ഞ, ചിതറിപ്പോയവരെ കണ്ട് മനസ്സലിഞ്ഞു. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ യേശു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു മനസ്സലിഞ്ഞു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മെ കണ്ട് മനസ്സലിയുന്ന കർത്താവ് നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശു എവിടേക്ക് മനസ്സലിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ അവർ രോഗാവസ്ഥയിലായിരുന്നവരുടെ രോഗത്തെ മാറ്റിക്കൊടുത്തു. കണ്ണിന് കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യേശു കർത്താവ് ഏത് വിഷയത്തെ കണ്ടാണ് മനസ്സലിഞ്ഞത്, ആ വിഷയത്തിനകത്ത് പരിഹാരം കർത്താവ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് പ്രഭാതത്തെ പ്രിയ ദൈവത്തിലെ പല വിഷയം കൊണ്ട് നടുവേ നിരാശയോടും വേദനയുടെ മധ്യത്തിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നെ ആര് സഹായിക്കുമെന്നുള്ള ചിന്ത കാണുമായിരിക്കാം. കുരുണ്ട അനുഭവങ്ങളിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്. ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നം കൂടെ നടുവിൽ എങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മെ കണ്ട് മനസ്സലിയുന്ന, നമ്മുടെ അവസ്ഥയെ ഉള്ളതുപോലെ കണ്ട് മനസ്സലിയുന്ന ഈ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോ കൂട്ടത്തിനു കൂടെ ഒത്തിരി പുരുഷാരം ഉണ്ടായിരുന്നു, ഒത്തിരി ജനം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്ത ഒരു അനുഭവം യേശു കർത്താവിനെ, അത് ചിലരെ ഫോക്കസ് ചെയ്തുകൊണ്ട് യേശു കർത്താവ് മനസ്സലിയുന്ന ഒരു അനുഭവത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്ര, കർത്താവിന്റെ നോട്ടം നമ്മുടെ മേൽ പതിക്കുവാനായിട്ട് ഇടയത്തിന് നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് സ്തോത്രം, കർത്താവിന്റെ ഫോക്കസ് നമ്മുടെ മേൽ വെളിപ്പെട്ട് കർത്താവ് നമ്മെ കാണുവാനായിട്ട് ഇടയത്തിന്. കർത്താവ് കണ്ട പ്രിയ ദൈവമക്കളെ, നമ്മുടെ അവസ്ഥ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അത് സാരമില്ല എന്ന് പറഞ്ഞു പോകുകയല്ല, ആ വിഷയത്തെ കർത്താവ് തൊടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാം അധ്യായത്തിൽ നമുക്ക് 14-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് പടകിൽ കയറി നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് യേശു കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വലിയൊരു പുരുഷാരം യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു.
അപ്പൊ യേശു ഉണ്ട് എന്നുള്ള വർത്തമാനം കേട്ട് പല സ്ഥലങ്ങൾ 4 ദിക്കുകളിൽ നിന്നും പുരുഷാരിങ്ങനെ ഓടിക്കൂടി വരുവാനായിട്ട് ഇടയെത്തുന്നപ്പോ യേശു ആ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലേ, നീ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ അരികത്ത് ഉണ്ട്. സ്തോത്രം. ആ പുരുഷാരത്തെ കണ്ടിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു അവരിൽ മനസ്സലിഞ്ഞ കർത്താവ്. അതേ സ്തോത്രം. ഒരു ദാഹത്തോടു കൂടി കർത്താവിന്റെ അടുക്കൽ ഓടി വന്ന മറ്റു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് സ്തോത്രം യേശു അവിടെ ഉണ്ട്. യേശുവിന്റെ അടുക്കൽ വന്ന ചില വിടുതലുകൾ അനുഭവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നവരെ കണ്ടിട്ട് മാറിപ്പോയൊരു കർത്താവല്ല, അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പല വിഷയങ്ങളും നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ അരികത്തേക്ക് ഓടി വന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി കർത്താവിന്റെ അരികത്ത് ഓടി വരുന്ന ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ കണ്ട് മനസ്സറിഞ്ഞ് നിന്നെ പ്രഭാതത്തിൽ കർത്താവ് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരാ. നീ ഏത് സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്, ഏത് വിഷയത്തിനകത്താണോ എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വന്നത്, ആ വിഷയത്തെ കാണുന്ന ഒരു കർത്താവ്, ആ വിഷയത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം പുരുഷാരത്തെ വേദനയോട് പറഞ്ഞു വിട്ടതല്ല. അതേ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി എന്ന് നമുക്ക് തിരുവചനത്തെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ തുടർന്ന് ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ തൃപ്തരായ ശേഷം പറഞ്ഞയക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. നീ ഭാരവുമായി കർത്താവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടുന്ന ഒരു കർത്താവല്ല. നിന്റെ ഭാരം അവിടെ വച്ചു കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. പ്രിയ ദൈവപൈതലേ, നീ കുലുങ്ങിപ്പോകാൻ ദൈവം ഒരു നാളും അനുവദിക്കില്ല. നിന്റെ വിഷയം വലുതായിരിക്കാം, നിന്നെ അലട്ടുന്ന പ്രശ്നം വലുതായിരിക്കാം, ആരോടും പറയാൻ കഴിയാത്തതായിരിക്കാം, ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷേ യേശു കർത്താവിന് നിന്റെ ഏത് വിഷയത്തിനും പരിഹാരം യേശു കർത്താവിന്റെ അടുക്കലുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് കർത്താവിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവ് മനസ്സലിഞ്ഞ ഒരു ഭാഗത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. സ്തോത്രം. പ്രിയതേ മക്കളെ, ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു പുരുഷാരം ഇടയനില്ലാതെ ചിതറിക്കിടക്കുന്നത് കണ്ട് ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് നമ്മുടെ അവസ്ഥ യഥാർത്ഥമായി കണ്ട് മനസ്സിലാകുന്ന. അതെ, പലപ്പോഴും മനുഷ്യൻ നമ്മുടെ അവസ്ഥ കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ കണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, സ്തോത്രം ഹല്ലേലൂയ, ഇവിടെ ചിതറിക്കിടക്കുന്ന, ചിഹ്നമായി കിടക്കുന്ന ആടുകളെ പോലെ ചിതറിക്കിടക്കുന്നവരെ കണ്ട് യേശു കർത്താവ് മനസ്സറിഞ്ഞു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ഒറ്റപ്പെടലുകളെ കണ്ട്, നിന്റെ ഏകാന്തതകളെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, സ്തോത്രം, നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല. സ്തോത്രം. ആ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. കർത്താവോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. കൊയ്ത്ത് കിടക്കുന്നുണ്ട്, പക്ഷേ വേലക്കാർ ചുരുക്കം. ഹല്ലേലൂയ. അതിനെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് നിന്റെ അവസ്ഥകളൊക്കെ ഈ പകൽക്കാലം ദൈവം ഒരു മാറ്റം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതേ തിരുവചനത്തിൽ ഉടനീളം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു കർത്താവ് പലരെയും കണ്ട് മനസ്സലിഞ്ഞു എന്ന് കാണുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. പ്രിയതേ മക്കളെ, അതിന്റെ 40-ാം വാക്യത്തിൽ കാണുന്നു, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. കുഷ്ഠരോഗികളെ എന്ത് ചെയ്യുന്നു? തൊടാനായിട്ട് യാതൊരു വ്യവസ്ഥയുമില്ല. പക്ഷേ നിയമം മാറി നിൽക്കുമ്പോൾ, നിയമം തൊട്ടുകൂടാ എന്നൊരു സാഹചര്യം നിൽക്കുമ്പോൾ, പ്രിയതേ മക്കളെ, കുഷ്ഠരോഗി സൗഖ്യത്തെക്കാൾ ആഗ്രഹിച്ച ഒറ്റ കാര്യം, എന്നെ ആരെങ്കിലും ഒന്ന് തൊട്ടിരുന്നുവെങ്കിൽ, എന്റെ അടുക്കൽ ആരെങ്കിലും ഒന്ന് ഇരുന്നിരുന്നുവെങ്കിൽ. കാരണം എന്താ? കുഷ്ഠരോഗി വരുന്ന സാഹചര്യത്തെ എല്ലാവരും മാറിപ്പോകും. അവന് ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്.
ഹല്ലേലൂയ, സ്തോത്രം. അവന് സൗഖ്യമാക്കുക മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ വെമ്പൽ കൊണ്ട് നടന്ന ഒരു വിഷയത്തെ അറിഞ്ഞ ഒരു കർത്താവ് അവനെ തൊട്ടു. ഹല്ലേലൂയ. പലപ്പോഴും പുറമേയുള്ള വിഷയങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ നിന്റെ അകമേ ഉള്ള വിഷയത്തെ കാണുന്ന ഒരു കർത്താവ്. സ്തോത്രം. യേശു മനുഷ്യനെ തൊട്ടു എന്ന് കാണുക ശ്രദ്ധിക്കുന്നു. ഒരിക്കലും ആരും തൊടാൻ ആഗ്രഹിക്കത്തില്ല, പക്ഷേ യേശു കർത്താവ് ആ ഹൃദയത്തിനകത്തൂടെ കടന്നുപോയത് മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യനെ തൊട്ടു. നിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലെ ആയിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ വിഷയത്തെ കർത്താവിന് തൊടുവാനായിട്ടിടയായിത്തീരും. ആ കുഷ്ഠരോഗി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്ക്. ഞാൻ നാളുകളായിട്ട് അനുഭവിക്കുന്ന രോഗം, പ്രയാസം, ഹല്ലേലൂയ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ആർക്കും മനസ്സില്ല, ഹല്ലേലൂയ. എല്ലാവരും എന്നെ കാണുമ്പോൾ ഓടി മാറുന്നുണ്ട്, പല വഴിയൊക്കെയായിട്ട് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്ക്. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് ചെയ്ത കാര്യമുണ്ട്. ആ വാക്കോടെ മുമ്പിൽ അവൻ്റെ അവസ്ഥ കണ്ട്, അവൻ്റെ രോഗം, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, സ്തോത്രം, അത് കണ്ട് മനസ്സലിഞ്ഞ്, നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ആരും ചിലപ്പോൾ നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയത്തില്ലായിരിക്കാം, പക്ഷെ നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. പലരും നിന്നെ കണ്ടിട്ട് അവഗണിച്ച് പോകുന്നുണ്ടായിരിക്കാം, മാറി നിന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ നീ കടന്നു വരുന്നത് കണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥ അതേ രീതിയിൽ കാണുന്ന ഒരു അരുമരക്ഷകൻ, നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥകളെ കാണുന്ന ഒരു കർത്താവ്, നിന്റെ തലമുറയുടെ അവസ്ഥകളെ കാണുന്ന കർത്താവ്. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിനെ, നീ എന്താണ് കുറവ് അനുഭവിക്കുന്നത്? നീ എന്താണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്നത്? ആ വിഷയത്തിനൊരു പരിഹാരം കർത്താവ് തരുവാനായിട്ടിടയത്തിനും. യേശു കർത്താവിനെ വേണമെങ്കിൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞിട്ട് പോകാം, അതല്ല, അവനെ ഒന്ന് തൊടുന്നൊരു അനുഭവം, കർത്താവിൻ്റെ കരസ്പർശനം. ആരും തൊടാൻ ആഗ്രഹിക്കാത്തതാ കുഷ്ഠരോഗിയെ, പക്ഷേ ആരും തൊടാൻ ആഗ്രഹിക്കാതെ ഇരുന്നപ്പോഴും ആ കർത്താവ് അവൻ്റെ മേൽ കൈവച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവനെ തൊട്ടു. ഹല്ലേലൂയ. പലരും നിന്റെ വിഷയത്തെ തൊടാൻ കഴിയാതെ മാറിപ്പോകുമ്പോൾ നിന്റെ വിഷയത്തെ തൊടാൻ കഴിയുന്ന ഒരു കർത്താവ്, നിന്റെ വിഷയത്തിൻ്റെ അവസ്ഥകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടും പലരും മാറിപ്പോകുമ്പോഴും നിന്റെ വിഷയത്തെ മനസ്സലിഞ്ഞ് തൊടുന്ന ഒരു കർത്താവുണ്ട്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധി വന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കൾ, അവൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റിക്കൊടുത്ത അനുഭവത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചുറ്റും കൂരുരുൾ മൂടുമ്പോൾ നീ കരയേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതേ, നിന്നെ കണ്ട് മനസ്സറിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. അതേ, സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുമ്പോഴും പ്രിയ കുഞ്ഞെ, സ്തോത്രം, നീ കരയേണ്ട. ഈ പകൽക്കാലം കർത്താവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, നീ കരയേണ്ട. സ്തോത്രം. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ സ്തോത്ര ഒരു വിധവ അവളുടെ മകൾ മരിച്ചുപോയ അനുഭവത്തിൽ നിൽക്കുമ്പോഴും ആ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? യേശു കർത്താവിടെ സൗഖ്യം തിരിച്ചു കൊടുക്കുന്നു, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുന്നു. അവൾ വിധവയായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിലും അവളെ എന്ത് ചെയ്യുന്നു? ഒറ്റയ്ക്ക് വിട്ടുകളയാതവണ്ണം കർത്താവ് അവിടെ വിഷയത്തെ തൊട്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവപൈതലേ, സ്തോത്ര, ഈ പ്രഭാതത്തിലും സ്തോത്രം, നമുക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളോട് സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്. സ്ത്രീയെ, നീ കരയണ്ട എന്ന് പറഞ്ഞു. സ്തോത്ര. അതേ പ്രിയ ദൈവമക്കളെ, സ്തോത്ര, വിഷയങ്ങൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, പ്രയാസപ്പെടുത്തുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മെ കണ്ടു മനസ്സറിയുന്ന കർത്താവിന് പറയാനായിട്ടുള്ളതേ ഉള്ളൂ, നീ കരയണ്ട. സ്തോത്ര. ഹല്ലേലൂയ. അതേ, സ്തോത്രം. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കുഞ്ഞിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു എന്ന് സംസാരിച്ചു
സംസാരിച്ചു തുടങ്ങി അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഒരു വിധവയായിരുന്ന സ്ത്രീയോട് മനസ്സലിഞ്ഞ കർത്താവ്, നമ്മുടെ ഏത് സാഹചര്യത്തെ കണ്ടും മനസ്സലിയുന്ന കർത്താവ്, നഷ്ടപ്പെട്ടന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നയിലെ വിധവയ്ക്ക് തന്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖം ആർക്കും നികത്താൻ പറ്റാത്തതാണ്. പക്ഷേ ആർക്കും നികത്താൻ പറ്റാത്ത ദുഃഖത്തെ പരിഹരിച്ച ഒരു കർത്താവുണ്ട്. ആർക്കും നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നിന്റെ ദുഃഖം കാഠിന്യമേറിയതായിരിക്കാം. സ്തോത്രം. ഒത്തിരി പേര് കൂടെ ഉണ്ടെങ്കിലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുവാൻ കഴിയുന്ന, നിന്റെ ഇരട്ടിനെ അഴിച്ച് കണ്ണുനീരിനെ മാറ്റി വിലാപത്തെ സന്തോഷമാക്കി തീർക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഒടുവിൽ നമുക്ക് ഒരു ഭാഗം കൂടെ കാണുവാൻ സാധിക്കുന്ന ഒരു അപ്പൻ മകനെ കണ്ട് മനസ്സലിയുന്ന ഒരു അനുഭവം നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 20-ാം വാക്യത്തിൽ, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. പ്രിയതേ മക്കളെ, സ്തോത്രം. മകന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ എന്റെ കർത്താവിനെ കണ്ട് മനസ്സലിഞ്ഞ ഒരു അപ്പനെ അവളെ കാണുവാൻ സാധിക്കുന്നു. നീ മടങ്ങി വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഇന്നലത്തെ നിന്റെ അവസ്ഥകൾ എന്തെന്ന് നോക്കാതെ വണ്ണം നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്, ഒരു അപ്പനുണ്ട്. നിന്റെ മടങ്ങി വരെ കാത്തിരിക്കുന്ന സ്തോത്രം. നിന്റെ പാസ്റ്റ് ജീവിതം നിനക്ക് പറയാൻ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, ഒത്തിരി വേദനിച്ചതായിരിക്കാം, കർത്താവ് ഇന്ന് ഒത്തിരി അകന്നു പോയി കാണുമായിരിക്കാം. പക്ഷേ അതിനകത്ത് വന്ന നഷ്ടങ്ങളെ ഓർത്ത് ഇതിനെ മാറ്റി നിർത്താതെ, അതെ, നിന്റെ അകൽച്ചകളിൽ വന്ന് കുറവുകൾ ഓർക്കാതെ വണ്ണം നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്. പ്രിയതേ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം യേശു കർത്താവ് പുരുഷാരത്തെ കണ്ട്, ജനത്തെ കണ്ട്, കരയുന്നവരെ കണ്ട്, ദുഃഖിക്കുന്നവരെ കണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു മനസ്സലിഞ്ഞു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിലും നമ്മുടെ അവസ്ഥയെ കണ്ട് മനസ്സിലിരുന്നൊരു കർത്താവുണ്ട്. നിന്റെ വിഷയം ആരോട് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം, നിന്റെ വിഷയം ചിലപ്പോൾ ആരോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. നിന്റെ ദുഃഖവും പേറി നടക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കരയണ്ട. നിന്നെ കണ്ട് മനസ്സലിയുന്ന, നിന്റെ കുടുംബത്തെ കണ്ട് മനസ്സലിയുന്ന, നിന്റെ തലമുറകളെ കണ്ട് മനസ്സലിയുന്ന, നിന്റെ കരത്തിന്റെ സിറ്റുവേഷനെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് പറയാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ, കരയണ്ട. സ്തോത്രം. അതേ, സ്തോത്രം. നിന്റെ വിഷയത്തെ കർത്താവ് തൊടും. അതേ, തൊടാൻ സ്തോത്രം വ്യവസ്ഥയില്ലാതെ നിൽക്കുമ്പോഴും തൊട്ട ഒരു കർത്താവ്, ചേർത്ത് പിടിക്കാനായിട്ട് ആരും ഇല്ലാതിരുന്ന മകനെ ചേർത്ത് പിടിച്ച ഒരു കർത്താവ്. നിന്റെ അവസ്ഥ കണ്ട് ആരും ചേർത്ത് പിടിക്കാനില്ലായിരിക്കാം, പക്ഷേ അവിടെയും ചേർത്ത് കർത്താവ് എന്താണ് ആ വ്യക്തികൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു അതിനെയാ കർത്താവ് തൊട്ടത്, അതിനകത്ത ദൈവം പ്രവർത്തിച്ചത്. ഒരു മാനുഷികമായ വിഷയങ്ങളുടെ നടുവിലുള്ള ഒരു വിടുതലിനേക്കാൾ ഉപരിയായിട്ട് അവർ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അതാ ദൈവം കർത്താവ് അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയതേ മക്കളെ, നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. പുറമേ നമ്മൾ ചിരിക്കുമ്പോഴും, പുറമേ നാം സന്തോഷിക്കുമ്പോഴും നിന്റെ ഉള്ളം പിടയുന്നത്, നിന്റെ ഉള്ളം നീറുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ അവസ്ഥകളെ അതുപോലെ അറിയുന്ന കർത്താവ്. ആ കർത്താവ് നിന്നെ തൊടുവാനായിട്ടിടയത്തിരും, നിന്റെ ദുഃഖത്തെ മാറ്റുവാനായിട്ടിടയത്തിരും നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്. പറയുന്നില്ലേ, എന്നോട് ആരും മനസ്സിലായാനാ, എന്റെ സാഹചര്യം ഇതായി പോയില്ലേ. നിന്നെ കണ്ട മനസ്സിലെന്നൊരു കർത്താവുണ്ട്, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. യേശു കണ്ടു എന്ന് നമുക്ക് അവർ തിരുവചനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ഉള്ളം കാണുന്ന കർത്താവ്, നിന്റെ ഹൃദയം കാണുന്ന കർത്താവ്, നിന്റെ മനസ്സ് കാണുന്ന കർത്താവ്, സ്തോത്രം. നീ കടന്നു പോകുന്ന ഇല്ലായ്മകൾ കാണുന്ന കർത്താവ്, നിന്റെ പേൽസിന്റെ ശൂന്യതകൾ കാണുന്ന കർത്താവ്, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം തരും. നമ്മെ കണ്ട് മനസ്സലിയുന്നൊരപ്പൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ആ ഒരു ഉറപ്പ്, ആ കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. ആ കർത്താവിന്റെ അടുക്കൽ വന്നവരെ ആരെയും നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. ചിലരുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു പോയി. അതേ, സ്തോത്രം. ആ മനുഷ്യന്റെ രണ്ടാമത്തെ മകൻ അവന് നഷ്ടപ്പെട്ടതിനെ മറന്നിട്ട് അതിനെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു.
കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവരെ കണ്ട് മനസ്സലിഞ്ഞ ഒരു കർത്താവുണ്ട്. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരാമോ? പലയിടത്തും നീ കയറി ഇറങ്ങിയിട്ട് ഒരു വിടുതലില്ലാതിരിക്കുമ്പോൾ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ, നിന്റെ ദുഃഖത്തെ മാറ്റിത്തരുവാൻ കഴിയുന്ന, അതേ സ്തോത്രം, നിന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ കഴിയുന്ന കർത്താവ് അടുക്കലുണ്ട്. ആ കർത്താവ് ഈ പകൽക്കാലം നിന്നെ സൗഖ്യമാക്കും, നിന്റെ ദുഃഖത്തെ മാറ്റും, നഷ്ടത്തെ കർത്താവ് മടക്കി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ സ്തോത്രം. പ്രിയ ദൈവത്തിനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള കർത്താവ് അത്രേ, മനസ്സലിവ് ഉള്ള കർത്താവ്. നമ്മുടെ അവസ്ഥകൾ കണ്ട് ഈ പകൽക്കാലം നിന്റെ വിഷയത്തിനകത്തൊരു പരിഹാരം തരും. അത് ഈ പകൽക്കാലം ഒരു മറുപടി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. അതേ, അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം ഒത്തിരി ഭാഗത്ത് നിന്ന് വായിച്ചു കേട്ടു. കർത്താവ് മനസ്സലിഞ്ഞു, കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടൊന്ന് മനസ്സലിയണമേ, എൻ്റെ വിഷയത്തിനകത്തൊരു മനസ്സലിവ് കർത്താവ് വെളിപ്പെടുത്തണമേ. കർത്താവ് മനസ്സലിഞ്ഞ നിന്റെ വിഷയത്തിനകത്ത് വിടുതലാണ്. സ്തോത്രം. ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം, ഒരു മനുഷ്യന് നിന്നെ തൊടാൻ പറ്റാത്ത വിഷയമായിരിക്കാം, ഒരു മനുഷ്യന് നിന്നോട് അടുക്കാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവേ, അപ്പായേ, എന്നെ കണ്ടൊന്ന് മനസ്സറിയണമേ, എൻ്റെ അവസ്ഥകളെ കണ്ടൊന്ന് മനസ്സറിയണമേ എന്ന് പറഞ്ഞ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ കർത്താവ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ആ മകൻ മടങ്ങി വന്നത് കണ്ട് മനസ്സിലിഞ്ഞ കർത്താവിന് കെട്ടിപ്പിടിച്ചു. നയിലെ വിധവയുടെ കരച്ചിൽ കണ്ട് അവളെ കണ്ട് മനസ്സറിഞ്ഞ കർത്താവ് അവളുടെ ദുഃഖത്തെ മാറ്റി മകനെ മടക്കി കൊടുത്തു. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ കർത്താവേ, അപ്പൊ ആ കുഷ്ഠരോഗിയെ കർത്താവേ, കർത്താവ് തൊട്ട് സൗഖ്യമാക്കി അവനെ കണ്ട് മനസ്സലിഞ്ഞ്. ഹല്ലേലൂയ. അപ്പായേ, ഇന്ന് പല വിഷയങ്ങളുടെ നടുവിൽ നീറുന്നവരുണ്ട്, തകർന്നിരിക്കുന്നവരുണ്ട്, ഹൃദയ നൊമ്പരവുമായിട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. അപ്പൊ അവരെ കണ്ട് മനസ്സരിയണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞ എൻ്റെ അപ്പാ, ഈ പകൽക്കാലം ജനം കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ അപ്പൻ്റെ മനസ്സലിവ് എൻ്റെ ജനത്തെ അപ്പൻ കാണുന്ന പകൽക്കാലമായി തീരട്ടപ്പാ. അങ്ങ് കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കി വിടുതലയച്ച് സന്തോഷത്തോടെ തന്റെ ജനത്തെ ഈ പകൽക്കാലം ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അങ്ങ് സൗഖ്യമാക്കിയ കർത്താവേ, വിടുതന്റെ കരസ്പർശനം, അങ്ങ് തൊട്ട് സമാധാനം കൊടുത്തതായ ആ കരസ്പർശനം കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ പകൽക്കാലം വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ മനസ്സലിവ്, അങ്ങ് മനസ്സലിയുന്ന പകൽക്കാലമായിരിക്കട്ടെ. കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, തലമുറകളെ നോക്കി അവരുടെ സാഹചര്യത്തെ കണ്ട് മനസ്സലിയുന്ന പകൽക്കാലമായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം വലിയ വച്ചേണ അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.